ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പത്തെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ പ്രിയയോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക ആൻറ്റിയുടെ വിവാഹം നടക്കാൻ പോകുന്നെന്നോ? ആരുമായിട്ടാ? നടക്കട്ടെ നടക്കട്ടെ. ആരുമായിട്ടാ? നമ്മുടെ സിദ്ധുവാങ്കളുമായിട്ട്. അപ്പം തന്നെ മേഘ ഞെട്ടി. എന്താ പറഞ്ഞേ? ചന്ദ്രികയ്ക്ക് സിദ്ധുവായിട്ട് വിവാഹമെന്നോ? അതേ അമ്മേ, മലർ വലിയ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. അങ്ങനെ മലറിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? മഹേന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയാണ് പറഞ്ഞത്. മേഘ പെട്ടെന്ന് വല്ലാതായി. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയും സിദ്ധുവും സ്നേഹിക്കുന്നത് അവർ അറിഞ്ഞു കാണുമോ? അതുകൊണ്ടായിരിക്കും മഹേന്ദ്രൻ അച്ഛൻ അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. മേഘ വല്ലാതെ അപ്സെറ്റായി. മേഘ എന്നിട്ട് ചിന്തിക്കുകയാണ്, ഈ വിവാഹം നടക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയേ പറ്റൂ. പെട്ടെന്ന് തന്നെ മേഘ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഭക്ഷണത്തിൻ്റെ ബാക്കി വെച്ചിട്ട് അതിൽ തന്നെ കൈ കഴുകി എഴുന്നേൽക്കാണ്. അപ്പോൾ പ്രിയ പറയാണ്, അമ്മേ എന്തിനാ അമ്മേ ഭക്ഷണം കഴിക്കാതെ അതിൽ തന്നെ കൈ കഴുകിയത്? അമ്മേ നിൽക്കമ്മേ. പക്ഷെ മേഘ ഒന്നും ശ്രദ്ധിച്ചില്ല, നേരെ പോവാണ്. ഇതേ സമയം ആരതി എല്ലാവർക്കും ജ്യൂസ് കൊണ്ടു കൊടുക്കുകയാണ്. അതായത് ജാനകിക്കും വാസു അച്ഛനും അതേപോലെ തന്നെ മാലതി മുത്തശ്ശിക്കും ഒക്കെ ജ്യൂസ് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കാറ് വന്ന് നിർത്തിയതും കോളിംഗ് ബെൽ അടിച്ചതും. അപ്പോൾ ആരതി ബെല്ലടിക്കുന്നു. ആരാന്ന് പോയി നോക്കിയേ? ഇപ്പം നോക്കാമേ, പോയി നോക്ക് മോളെ. വാതിൽ തുറന്നപ്പോൾ കണ്ടത് ആകാശിൻ്റെ അച്ഛനാണ്. ആഹാ, വരൂ അങ്കിൾ. എന്താ മോളെ, സുഖം തന്നെയല്ലേ? അതെ, ഞാൻ സുഖമായിരിക്കുന്നു. അങ്കിളിന് സുഖമല്ലേ? സുഖമായിരിക്കുന്നു മോളെ. വീട്ടിൽ അച്ഛനും അമ്മയൊന്നുമില്ലേ? എല്ലാവരും അകത്തുണ്ട്, വരൂ. വാസു പതിയെ പറയാണ്, എന്താ ജാനകി, ഇപ്പം എന്തിനാ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത്? ജാനകി പറയാണ്, അറിയില്ലേട്ടാ. അപ്പം മാലതി മുത്തശ്ശി, വന്ന ആളെ സ്വീകരിച്ചിരുത്ത്. വരൂ വരൂ വരൂ, എല്ലാവരും വരൂ എന്ന് പറഞ്ഞാൽ അയാളെ സ്വീകരിക്കുകയാണ്. അതേപോലെ തന്നെ നമസ്കാരം എന്ന് പറയാണ് എല്ലാവരോടും. ആകാശിൻ്റെ അച്ഛൻ പറയാണ്, മുൻകൂട്ടി പറയാതെ വന്നതിൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. അന്ന് പറഞ്ഞതുപോലെ ജോത്സ്യനെ കണ്ട് നിശ്ചയത്തിനുള്ള ദിവസം കുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദിവസം കുറിച്ച് തന്നാൽ മണ്ഡപം ബുക്ക് ചെയ്യാം. ജാനകി പേടിയോടെ വാസുവിനെ നോക്കുകയാണ്. അയാൾ പറയാണ്, അന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അത് പറഞ്ഞിട്ട് പോകാനാണ് വന്നത്. അത് കേട്ട് ജാനകിയും വാസുവും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ, എന്താണാവോ പറയാൻ പോകുന്നത് എന്ന്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ എൻ്റെ പേരിൽ 3 കാറുണ്ട്. അത് പക്ഷേ എല്ലാം എൻ്റെ പേരിലാണ്. പക്ഷേ എൻ്റെ മകൻ അവൻ്റെ പേരിൽ സ്വന്തമായി ഒരു കാറ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അയാൾ ഒരു കൂസലുമില്ലാതെ പറയാണ്, അവൻ പറയുന്ന ബ്രാൻഡിൽ ഒരു കാറ് വാങ്ങിക്കൊടുത്തേക്ക്. കല്യാണത്തിന് ശേഷം ചെറുക്കനും പെണ്ണിനും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ലോങ് ട്രിപ്പ് പോകാമല്ലോ, അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അത് കേട്ട് മാലതി മുത്തശ്ശിയും അതായത് വാസുവും ജാനകിയും ആരതിയും ഒക്കെ അവർ വല്ലാത്ത വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. എന്താ ആരതി? അങ്കിൾ, എന്താ നിനക്കും ആകാശിനും പുറത്തു പോകാൻ പുതിയൊരു കാറ് ആവശ്യമല്ലേ? അയാൾ വീണ്ടും പറയാണ്, അതാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നത്. മാത്രമല്ല, നിശ്ചയത്തിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞതുപോലെ പകുതി കാശ് തന്നേക്ക്, ബാക്കി വിവാഹ മണ്ഡപത്തിൽ തന്നേക്ക്. ഇത്രയധികം പണം ചോദിച്ചിട്ട് കാറും ചോദിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള കാറൊന്നും വേണ്ട, ഒരു 30 ലക്ഷത്തിൻ്റെ ഉള്ളിൽ മതിയെന്ന് മകൻ പറഞ്ഞിട്ടുണ്ട്. മാലതി മുത്തശ്ശി ഇതൊക്കെ കേട്ടിട്ട് പറയാണ്, ഓ. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, ഏത് കോസ്റ്റ്ലി വേണമെന്ന് അവൻ തന്നെ നിങ്ങളോട് പറയും, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ മുത്തശ്ശി പറയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അങ്കിൾ, കോഫി കുടിച്ചിട്ട് പോകാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ, ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. പിന്നെ വിവാഹത്തിൻ്റെ അന്ന് മണ്ഡപത്തിൽ കാറുണ്ടായിരിക്കണം, നേരത്തെ തന്നെ രജിസ്ട്രേഷനൊക്കെ നടത്തിയിരിക്കണം. ഞാൻ ഇറങ്ങട്ടെ? ശരി. ശരി, അങ്ങനെ ആവട്ടെ. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ജാനകി പറയാണ്, ഇതെന്താ ഏട്ടാ, ഇയാളിതെന്താ വിചാരിച്ചിരിക്കുന്നത്? അവർ തോന്നിയതൊക്കെ ചോദിക്കുകയാണല്ലോ. 200 പവൻ്റെ സ്വർണം ചോദിച്ചു, 50 ലക്ഷം രൂപ പണമായിട്ടും ചോദിച്ചു. അപ്പോൾ 30 ലക്ഷത്തിൻ്റെ കാറ് വേണമെന്ന് പറയുന്നു. ജാനകി, കാറ് വാങ്ങാൻ നമ്മളിപ്പോൾ ആരോടാ പോയി പൈസ ചോദിക്കേണ്ടത്? എനിക്കെന്തോ ഈ ബന്ധം ശരിയായി വരുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് ആരതി പറയാണ്, അമ്മേ, ആദ്യം തൊട്ടേ ഈ കല്യാണം വേണ്ട എന്നാണല്ലോ പറയുന്നത്. അവരൊക്കെ വലിയ ആളുകളല്ലേ, അതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും അമ്മേ. അത് കേട്ട് മാലതി മുത്തശ്ശി എന്ന് പറഞ്ഞ് മൂളുകയാണ്. അപ്പോൾ ജാനകിയും പറയാണ്, അതേടി, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും.
കൊടുക്കാൻ അതിനനുസരിച്ച് നമ്മുടെ കയ്യിലും ഉണ്ടാവണ്ടേ. അത് കേട്ടുകൊണ്ട് നിന്ന് മേഘ പറയാണ്, എന്തിനാ അമ്മായി ആരതിയെ വഴക്ക് പറയുന്നേ? ഇപ്പം എന്താ, അവരൊരു 30 ലക്ഷത്തിൻ്റെ കാറ് വേണം എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ, അതും ഞാൻ വാങ്ങിത്തരാം. മേഘ എന്നിട്ട് വിളിക്കുകയാണ്, ആരതി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അവരെന്ത് ചോദിച്ചാലും അത് ഞാൻ വാങ്ങിക്കൊടുക്കും. ഈ വിവാഹം ഉറപ്പായിട്ടും നടക്കും. താങ്ക്സ് മേഘേച്ചി എന്ന് പറഞ്ഞ് മേഘയെ കെട്ടിപ്പിടിക്കുകയാണ് ആരതി. അതൊക്കെ കണ്ട് ജാനകി പറയാണ്, മേഘ, നിൻ്റെ ഈ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല. നീ എന്നും നന്നായിട്ടിരിക്കും. ഞാൻ നിന്നെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക. അത് കേട്ട് ബാസുവും പറയാണ്, ആ. അത് കേട്ട് മാലതി മുത്തശ്ശി പറയാണ്, മേഘ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യും. പക്ഷേ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അവളെ കൈവിട്ട് കളയരുത്. അത് എടുത്ത് പറയാണ്. അപ്പോൾ മുത്തശ്ശി വീണ്ടും പറയാണ്, എപ്പോഴും നിങ്ങൾ അവളുടെ കൂടെ ഉണ്ടാവണം. ചെറിയമ്മേ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം മേഘയോട് ഞാൻ കടപ്പെട്ടവളായിരിക്കും. ജാനകി പറയാം. വാസുവും ജാനകിയും അകത്തിരുന്നിട്ട് പറയാണ്, വാസു ജാനകിയോട് പറയാണ്, പെട്ടെന്ന് കാറൊക്കെ ചോദിച്ചാൽ? അതേ ഏട്ടാ, നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴാണ് അകത്തേക്ക് മേഘ വന്നത്. അപ്പോൾ വാസു ചോദിക്കുകയാണ്, എന്താ മേഘ, ഓഫീസിലേക്ക് ഇറങ്ങിയോ? അതേ അമ്മവാ, അതിനു മുമ്പായിട്ട് ഇതിവിടെ തന്നിട്ട് പോകാമെന്ന് കരുതി. എന്താ മോളെ ഇത്? തുറന്ന് നോക്കമ്മായി. വാങ്ങിച്ചിട്ട് നോക്ക് ജാനകി. ജാനകി പെട്ടി തുറന്നതും ഷോക്കടിച്ചതുപോലെ ആയി. അതിനേക്കാൾ ഷോക്കടിച്ചതുപോലെ വാസുവിനും തോന്നി. ഭാരതിക്ക് ശ്രീധനമായിട്ട് 50 ലക്ഷം രൂപ ചോദിച്ചിരുന്നില്ലേ? ആ പണം ഇതിലുണ്ട് അമ്മായി, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. 200 പവൻ്റെ സ്വർണവും ചോദിച്ചില്ലേ? അതും ഞാൻ വാങ്ങിത്തരാം. ജാനകി ഒരുമാതിരിയായിട്ട് പറയാണ്, ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് നീ അത് നിസ്സാരമായിട്ട് പറയുന്നല്ലോ മോളെ. നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കെന്ന് പറയാൻ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ തന്നെയല്ലേ. എനിക്ക് നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് തരാതെ ഞാൻ പിന്നെ വേറെ ആർക്ക് കൊടുക്കാനാ? അസു, ആരതിക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി നീ ഇത്രയും വലിയൊരു തുക ശ്രീധനമായി നീ ഞങ്ങൾക്ക് തന്നല്ലോ. ശരിക്കും ഇതൊരു വലിയ കാര്യം തന്നെയാണ് മേഘ. ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളുടെ കുടുംബം നിന്നോട് കടപ്പെട്ടിരിക്കും മേഘ. ഇത് മാത്രമല്ല ഏട്ടാ, മേഘ നമുക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത്. ഏട്ടൻ കമ്പനിയുടെ പൈസ തിരിമറി ചെയ്തില്ലെന്ന് ഇവളല്ലേ തെളിയിച്ചത്? ആ, മേഘ അത് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ പേരുദോഷം നിങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നോ? ഇന്ന് നമ്മൾ തല ഉയർത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മേഘയാണ്. എൻ്റെ സ്വന്തം അച്ഛൻ ഈ വീട്ടിലുണ്ട്, എൻ്റെ ചേട്ടനും ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരൊന്നും തരാത്ത സ്നേഹവും സംരക്ഷണവും നീ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തു ചെയ്യാനും തയ്യാറാണ്. നീ എന്ത് ചോദിച്ചാലും ഞങ്ങളത് ചെയ്യും. അവസാനം വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായാൽ മതി അമ്മായി. എന്നെ ആശ്രയമില്ലാതാക്കാതിരുന്നാൽ മാത്രം മതി. മേഘ, നീ എങ്ങനെയാ ആശ്രയമില്ലാതാകുന്നേ? ഞങ്ങളെ അമ്മായി അമ്മാവാന്ന് വാതൊരാതെ വിളിക്കുന്നില്ലേ? നിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെക്കുമോ? നീ ഞങ്ങളുടെ മരുമകളാ മേഘ. സിദ്ധാർത്ഥിൻ്റെ വിവാഹം കഴിയുന്നത് വരെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മരുമകളാകൂ. അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയല്ലേ അമ്മായിയുടെ മരുമകളായിട്ട് വരുന്നത്. അവളെയല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റൂ. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? എപ്പോഴും നീയാ ഞങ്ങളുടെ മരുമകൾ. അപ്പോൾ സിദ്ധുവിനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? എന്നാലേ എനിക്ക് നിങ്ങളുടെ മരുമകളാകാൻ സാധിക്കൂ. വാസു പറയാണ്, മേഘ പറഞ്ഞതും ശരിയല്ലേ ജാനകി? സിദ്ധാർത്ഥിനെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചാൽ മേഘ പിന്നെ ഒറ്റപ്പെട്ടു പോവില്ലേ? പിന്നെ ഇവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ. മേഘയെ സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചാൽ ഇവൾ നമ്മുടെ മരുമകളായി എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ മേഘയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ജാനകി പറയാണ്, നിന്നെപ്പോലെ ഒരാളെ അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവനാ ഭാഗ്യം ചെയ്തത് മോളെ. നീ ഞങ്ങളുടെ മരുമകളായി വരാൻ ഞങ്ങൾ പുണ്യം ചെയ്യണം. വാസുവും പറയാണ്, അതെ, നീ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളിത് ചെയ്തു തന്നിരിക്കും. ഞങ്ങളുടെ മകൻ സിദ്ധാർത്ഥിനെ ഉറപ്പായിട്ടും നിനക്ക് വിവാഹം ചെയ്തു തരും. വാസുവും പറയാണ്, ആ. അപ്പോൾ ജാനകി പറയാണ്, ഇത് ഞങ്ങൾ രണ്ടുപേരും നിനക്ക് തരുന്ന വാക്കാണ്. അതേ മോളെ മേഘ. മേഘ വീണ്ടും ചോദിക്കുകയാണ്, ഉറപ്പായും എനിക്ക് സിദ്ധുവിനെ വിവാഹം കഴിച്ചു തരുമോ? എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്യാം, ഇത് നടക്കും. വാസു ഒന്നുകൂടി പറയാണ്, മേഘ, എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വിവാഹം നടത്താതെ ഞങ്ങൾക്കിനി വിശ്രമമില്ല. ഞങ്ങളുടെ മകൻ സിദ്ധാർത്ഥിന് ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നീയുമായിട്ടായിരിക്കും. ആ, അതേ മോളെ, ഈ പറഞ്ഞ ഒരു വാക്ക് മാത്രം മതി എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ.
നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം. അയ്യോ മേഘ, മേഘ എന്താ മോളെ ഇത്? നന്നായിരിക്കും മോളെ, നന്നായിരിക്കും, നീ നന്നായിരിക്കും, നന്നായി വരും, കരയണ്ട മോളെ, കരയല്ലേ മോളെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ജാനകി വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങളുള്ളപ്പോൾ നിന്റെ കണ്ണ് നിറയാൻ പാടുണ്ടോ? താങ്ക്സ് അമ്മായി, ഒരുപാട് താങ്ക്സ്. ഇപ്പോഴാ എൻ്റെ മനസ്സിന് സമാധാനമായത്. എന്തോ എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് സിദ്ധുവിനെ വിവാഹം കഴിച്ച് തരില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് സിദ്ധുവിനെ എനിക്ക് വിവാഹം കഴിച്ച് തരാമെന്ന് പറഞ്ഞു. അത് മാത്രം മതി അമ്മായി, എനിക്കിത് മാത്രം മതി. മേഘ പിന്നെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. കണ്ടില്ലേ ഏട്ടാ, മേഘ ചെറിയ കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് പോവുക. ഞാനിപ്പോൾ പറയാം, മേഘയെ തന്നെ നമ്മുടെ സിദ്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അപ്പോൾ അത് കേട്ട് വാസുവും പറയാണ്, ഉറപ്പായും ഉറപ്പായും ജാനകി, മേഘയാണ് നമ്മുടെ മരുമകൾ. പിന്നെ ജാനകിയും വാസുവും ഇരുന്ന് സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കുകയാണ്. ആ സമയത്താണ് സിദ്ധു അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് കണ്ട് ജാനകി വിളിക്കുകയാണ്, സിദ്ധു, സിദ്ധു, എന്താ അമ്മേ, ഇങ്ങോട്ട് വാ മോനെ. എന്താ അമ്മേ, നീ എവിടെ ഇരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇല്ല സാരില്ലമ്മേ, പറഞ്ഞോ. ഇരിക്ക് സിദ്ധു, ഇരിക്കടാ, നീ ഇരിക്ക്, അച്ഛന് പറയാണ്. അത് കേട്ട് അവൻ അവിടെ ഇരുന്നു. അധികം വൈകാതെ ആകാശിൻ്റെയും ആരതിയുടെയും നിശ്ചയം നടക്കും. പയ്യൻ വീട്ടുകാർ ചോദിച്ച 200 പവനും 50 ലക്ഷം രൂപയും അതൊക്കെ കൊടുത്ത് ഈ വിവാഹം നടത്താമെന്ന് മേഘ ഏറ്റെടുത്തിരിക്കുക. സിദ്ധു ഒന്നാലോചന ശേഷം പറഞ്ഞു, അമ്മേ, ഈ ബന്ധം നമുക്ക് ശരിയാവില്ലമ്മേ. പയ്യൻ്റെ വീട്ടുകാർ പണത്തിനോട് ആർത്തിയുള്ളത് പോലെയാണ് പെരുമാറുന്നത്. കേട്ട് അച്ഛൻ പറയാണ്, വാസു, ഏയ് അങ്ങനെയൊന്നല്ല സിദ്ധു, ഞാൻ പയ്യൻ്റെ വീട്ടുകാരെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ച് നോക്കി. വളരെ നല്ല കുടുംബം എന്നാണ് പറയുന്നത്. എന്താ അച്ഛാ ഇത്? നമുക്ക് അത്രയും ആസ്തി ഉണ്ടായിട്ട് നമ്മൾ ഈ വിവാഹം നടത്തുവാണെങ്കിൽ കുഴപ്പമില്ല. മേഘയോട് ചോദിച്ചിട്ട് വേണോ നമുക്ക് നമ്മുടെ ആരതിയുടെ വിവാഹം നടത്താനായിട്ട്? ജാനകി അപ്പോൾ വാസുവിനെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ജാനകി പറയാണ്, മേഘ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് വേണ്ടാന്ന് പറയുന്നത്? നോക്കാമേ, ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ആരെ വേണമെങ്കിലും വിശ്വസിച്ചോ, പക്ഷേ മേഘയെ മാത്രം വിശ്വസിക്കരുത്. അവൾ എന്തെങ്കിലും മുന്നിൽ കാണാതെ ഒന്നും ചെയ്യില്ല. അവൾ എന്ത് മുൻകൂട്ടി കാണാനാടാ? മേഘ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇതിലെന്താടാ തെറ്റ്? അത് കേട്ട് സിദ്ധു തലയുയർത്തി നോക്കുകയാണ്. സിദ്ധു പറയാണ്, ഓ മേഡം അങ്ങനെയാണോ കണക്ക് കൂട്ടിയിരിക്കുന്നത്? അതല്ലേ ഞാനും ചിന്തിച്ചേ. മേഘ കാരണമില്ലാതെ ഒരു കഷ്ണം തുരുമ്പ് പോലും നഷ്ടപ്പെടുത്തില്ലല്ലോ. അപ്പോൾ ആരതിയുടെ വിവാഹത്തിൻ്റെ വിവാഹ ചെലവ് മൊത്തം അവൾ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതായിരുന്നു അല്ലേ? അതേടാ, ആരതിയുടെ വിവാഹം നന്നായി നടക്കണമെങ്കിൽ നീ മേഘയെ വിവാഹം കഴിച്ചേ പറ്റൂ. ഇതാ നോക്കമ്മേ, ജീവിതകാലം മുഴുവൻ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും ഒരിക്കലും മേഘയെ ഞാൻ വിവാഹം കഴിക്കില്ല. എടാ സിദ്ധു, വാസുവും വിളിക്കുകയാണ്, എന്നെ വിട്ടേക്ക്. നിൻ്റെ അനിയത്തിയുടെ ജീവിതത്തെപ്പറ്റി നീയൊന്ന് ഓർത്തു നോക്കൂ. അച്ഛാ, നമ്മുടെ ആരതിക്ക് എന്ത് കുറവുള്ളത്? അവൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരാളെ കിട്ടും. നമുക്ക് ചേരുന്ന നല്ലൊരാളെ നോക്കി അവളെ കല്യാണം കഴിപ്പിക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാതെ എൻ്റെ കല്യാണവും ആരതിയുടെ കല്യാണവും കൂടി ചേർത്ത് സംസാരിക്കരുത്. പറഞ്ഞേക്കാം. അപ്പോൾ ജാനകി, സിദ്ധു, നീ എന്ത് മനസ്സിൽ വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ വിചാരിക്കുന്നത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണോ? ശരിയമ്മേ, അതുപോലെ മേഘയെ ഞാൻ കല്യാണം കഴിക്കുന്നതും ഈ ജന്മം നടക്കില്ല. ദേഷ്യത്തോടെ വിളിക്കാനെടാ. അപ്പോൾ ജാനകിയും, അത് നമുക്ക് കാണാടാ, നീ മേഘയെ വിവാഹം കഴിച്ചേ മതിയാവും. ആരതിയെ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിക്കണം. ഇത് മുടങ്ങിപ്പോയാൽ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കെന്നറിയില്ല. പറഞ്ഞ് ജാനകി അവിടെ നിന്നും പോവുകയാണ്. അതിൻ്റെ പിന്നാലെ തന്നെ എന്താടാ ഇത് എന്ന് പറഞ്ഞ് വാസുവും പോവുകയാണ്. ഇതുവാണെങ്കിലോ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ അവിടെ ഇരിപ്പാണ്. എന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും അതായത് മഹേന്ദ്ര സാറും ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ അവിടെ സിദ്ധു പോയിട്ട് പറയാണ്, അങ്കിളേ, വാ മോനെ, നീയും വന്നിരിക്കും മോനെ, ഭക്ഷണം കഴിക്കും. ഇല്ല അങ്കിളേ, ഇപ്പോൾ എനിക്ക് വേണ്ട. ലക്ഷ്മിയും പറയാണ്, ഇരിക്ക് സിദ്ധു, കുറച്ചെങ്കിലും കഴിക്കും. അതല്ല ആൻറ്റി, എനിക്ക് വിശപ്പില്ല. നിങ്ങൾ കഴിച്ചോളൂ. മഹേന്ദ്ര സാർ പറയാണ്, എങ്കിൽ ഇരിക്കും മോനെ. മതി ലക്ഷ്മി. മതിയോ ഏട്ടാ? ശരി, ഇതാ ഏട്ടാ വെള്ളം എന്ന് പറഞ്ഞ് ലക്ഷ്മി കൈ കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. സിദ്ധുവിൻ്റെ മനസ്സിൻ്റെ വിഷമം കണ്ടിട്ട് മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, മുഖം വല്ലാതിരിക്കുന്നല്ലോ മോനെ, എന്ത് പറ്റി? എന്താ പ്രശ്നം? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും പറയും മോനെ. ഭാരതിയെ പെണ്ണു കാണാൻ വന്ന പയ്യൻ്റെ വീട്ടുകാർ 200 പവൻ്റെ സ്വർണവും 50 ലക്ഷം രൂപയും ശ്രീധനമായി അവർ ചോദിച്ചു. ആരതിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാം. അതിനവർ സമ്മതിച്ചില്ലെങ്കിൽ ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മേഘയാണെങ്കിൽ അവർ ചോദിച്ച ശ്രീധനം മുഴുവനും അവൾ തന്നെ കൊടുക്കാമെന്ന് അവർക്ക് വാക്കുകൊടുത്തിരിക്കുക.
അതുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. മേഘയെ അവർ ഒരുപാട് വിശ്വസിച്ചിരിക്കുക. എനിക്കെന്തോ ആ ബന്ധം ശരിയാവുമെന്ന് തോന്നുന്നില്ല അങ്കിളെ. ഞാൻ എത്ര പറഞ്ഞിട്ടും ആരതിക്കും മനസ്സിലാവുന്നില്ല. 50 ലക്ഷം രൂപയും 200 പവനും മേഘ എങ്ങനെ കൊടുക്കും? വേറെന്ത് ചെയ്യാനാ, നമ്മുടെ സ്വത്ത് എന്തെങ്കിലും വിറ്റിട്ട് കൊടുക്കും. ഒരു നല്ല കാര്യത്തിന് ചെയ്താൽ സാരമില്ല. പക്ഷേ ആരതിയെ പെണ്ണ് കാണാൻ വന്നവരെ പറ്റി അവരെക്കുറിച്ച് ഒരു കാര്യവും അന്വേഷിക്കാതെ, ഇങ്ങനെയുള്ള കുടുംബമാണെന്ന് നോക്കുകവരെ ചെയ്യാതെ അവർ ചോദിച്ച ഉടനെ തന്നെ അങ്ങ് കൊടുക്കുകയാണോ? ഇത് കേട്ട് സിദ്ധു പറയാണ്, അതാണ് അങ്കിളെ എനിക്കും മനസ്സിലാവാത്തത്. സാരമില്ല സിദ്ധാർത്ഥ്, അവൾ മേഘ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതേ അവൾ ചെയ്യൂ. ഇത്രയും പണവും സ്വർണവും ഒക്കെ കൊടുക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ ആരതിക്കൊരു നല്ല ജീവിതം കിട്ടിയാൽ അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. സിദ്ധു വീണ്ടും പറയാണ്, എന്തിനാ അങ്കിളെ മേഘ ഇത്രയൊക്കെ ചെയ്യുന്നേ? ലക്ഷ്മിയും ചോദിക്കാണ്, അതെ മേഘ എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്നേ? എൻ്റെ ആൻറ്റി, അതിനും കാരണമുണ്ട് ആൻറ്റി. മേഘ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അമ്മയും അച്ഛനും മേഘ എന്ത് പറഞ്ഞാലും അനുസരിക്കൂ. അമ്മയുടെയും അച്ഛൻ്റെയും വിശ്വാസം എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മേഘ കാരണമില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല ലക്ഷ്മി. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു വലിയ കാരണം ഉണ്ടാവും. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, അങ്കിളെ കാരണമുണ്ട്. എന്ത് കാരണം സിദ്ധു? മേഘ ആരതിയുടെ വിവാഹ ചെലവ് നടത്തുന്നത് കൊണ്ട് മേഘയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന അച്ഛനും അമ്മയും വിചാരിക്കുന്നത്. അപ്പോൾ തന്നെ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, മേഘയുടെ ആഗ്രഹം എന്താ? മേഘയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന്. അത് കേട്ട് മഹേന്ദ്ര സാർ ഞെട്ടാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ്, എന്തിനാ സാറേ ഇത്രയും നേരം കാത്തു നിന്നത്? എന്താ ചന്ദ്രിക ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ജീവിതകാലം മുഴുവനും കാത്തിരിക്കാൻ തയ്യാറാണ്. ആ സാർ പ്രസാദം എടുത്തോളൂ. സിദ്ധു അതിൽ നിന്നും പ്രസാദം എടുത്ത് ചന്ദ്രികയ്ക്കാണ് വെച്ചു കൊടുത്തത്. ചന്ദ്രിക സിദ്ധുവിനെ തന്നെ നോക്കാണ് പ്രസാദം വെച്ച് കൊടുത്തത് കണ്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിലേക്കും സീ യു ഓൾ.